അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നും അറിയത്തില്ല, അതാണ്. Unmuted Abraham, അവരുടെ പേര് just please mute. മിസ് വന്നാ ഗ്രൂപ്പില്? ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാൻ എനിക്കെന്നും എന്നും എന്നും അടിയാതെ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാൻ എനിക്കെന്നും
എന്നുമെന്നും അടിയാതെ തോന്നണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാൻ എനിക്കെന്നും എന്നുമെന്നും അടിയാതെ തോന്നണമേ. Signing today. Good morning, ma'am. Good morning to everyone. We are delighted to welcome you as our class. Respected teacher Jisha ma'am, we warm welcome you to our class. Your guidance means a lot to us. I hope you will enjoy the class. Have a good day. Thank you. Very warm good morning to all of you. ഇപ്പൊ കുറെ ദിവസം നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കാണുന്നുണ്ട്. ഓക്കെ ഫൈൻ. തോട്ട് ഫോർ ദ ഡേ ഒന്നുമില്ല, കേൾക്കുമ്പോ ഒരു പോസിറ്റീവ്നെസ് ആണല്ലോ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണല്ലോ നമുക്ക് തോട്ട് ഫോർ ദ ഡേയിൽ പറയാം. ചോദിച്ചേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഫൈൻ. സോ ബാക്ക് ടു ക്ലാസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞതെന്ന് പറയൂ, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ എവിടം വരെ? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഹൈജിയ എന്നുള്ള ഗ്രീക്ക് ഗോഡസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഹൈജി എന്നുള്ള വാക്ക് ആ ഒരു വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. ഗ്രീക്ക് ഗോഡസിന്റെ പേരാണ്. അവർ ക്ലെൻലിനെസ്, ഹീലിംഗ് അതിന്റെയൊക്കെ ഒരു ഗോഡസ് ആണ് ഹൈജിയ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഹൈജീൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഹെൽത്തിനെ കുറിച്ചുള്ള ഫ്രേസസ് കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓക്കെ, കളക്ട് ചെയ്ത് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. പിന്നെ കൺഫ്യൂഷൻ അടിച്ച് എവിടെ സബ്മിറ്റ് ചെയ്യണം എന്ന് നോട്ട് പിടിച്ചൊന്നും അത് അങ്ങനെ ഏതോ മെസ്സേജ് ചെയ്ത് ബസ്സിനെന്ന് അറിയില്ല, അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. ഓഫീസിൽ എനിക്ക് ഇതുണ്ടായിരുന്നു, മെസ്സേജ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ നിങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ ഒന്ന് എല്ലാം കളക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തൊക്കെ ഒന്ന് വെക്കൂ. കാരണം ലാസ്റ്റ് മൊമെന്റിലേക്ക് ഒരിക്കലും ചെയ്യരുത്. കാരണം ഇപ്പോ 16, 17 ബാച്ചുകളുടെ വൈവ, 17 തുടങ്ങിയിട്ടില്ല, ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ. വൈവ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പലരും പ്രിയോ എനിക്ക് പറ്റിയില്ല, പെട്ടെന്ന് സമയത്ത് ഹോസ്പിറ്റൽ എമർജൻസി വന്നു, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി, നമ്മൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മാറ്റിവെച്ച് അതെല്ലാം നമ്മൾ ചെയ്യും. നമ്മൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തികളാണ് അല്ലെ. നമ്മുടെ ഫാമിലിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. യെസ് പ്ലീസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നല്ലോ, അപ്പോ അതെന്തായിരുന്നു കളക്ട് ചെയ്യുന്നുണ്ട്, എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഹെൽത്തിനെ കുറിച്ചുള്ള ഫ്രേസസ്. ഹെൽത്തിനെ കുറിച്ചുള്ള ഫ്രേസസ്. ഓക്കെ. അത് എത്ര എണ്ണം ഉണ്ടോ മാം? അത് എണ്ണം കളക്ട് ചെയ്ത് വന്ന് പറഞ്ഞാലും ക്ലാസ്സിൽ എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട്. കളക്ട് ചെയ്ത് വന്നിട്ട് നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുന്ന പോലെ തന്നെ ഇത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം എന്ന് കരുതി. എന്നാലും തോട്ട് ഫോർ ദ ഡേ ഇല്ലല്ലോ. അപ്പൊ ഫ്രേസസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഉത്തരങ്ങൾ അല്ലെ. യെസ് പ്ലീസ് പറഞ്ഞോളൂ, ഷെയർ ചെയ്തോളൂ. പറയൂ. ഞാനൊരു 10 എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഹെൽത്ത് ഈസ് വെൽത്ത്. എ ഹെൽത്തി ബോഡി ലീഡ്സ് ടു എ ഹെൽത്തി മൈൻഡ്. Good health is the key to happiness. Cleanliness is the first step to good health. Healthy habits make a healthy future. Healthy children, healthy nation. A healthy lifestyle brings a happy life. Small healthy habits make a big difference. Fresh air and exercise keep us strong. Eat right, live bright. Ma'am, ഞാൻ വായിക്കട്ടെ. Health is wealth. Prevention is better than cure. A apple a day keeps the doctor away. Early to bed, early to rise, make a person healthy. You are what you eat. Laughter is the best medicine. A sound mind in a sound body. No health, no happiness. Eat well, live well.
move it or lose it. Better safe than sorry. Cleanliness is next to godliness. Your body is your temple. A healthy mind lives in healthy body. Stay fit, stay fine. Good food, good mood. Rest is best. Hygiene is 2/3 of health. Drink water, stay healthy. Slow and steady wins the race. If you have health, you have hope. A healthy outside starts from the inside. Take care of your body. It's the only place you have to live. Thank you, ma'am. Ma'am, വായിച്ചോട്ടെ. Health is wealth. Nourish to flourish. Small steps, big health. Eat well, live well. Move daily, smile often. You are what you eat. Wellness is a journey, not a destination. Healthy mind in healthy body. Good food, good mood. Let food be your medicine. Sweat now, shine later. Rest, reset, rise. Create healthy habits, not restrictions. Our bodies are our gardens. Our wills are our gardeners. Being healthy is a success that may people forget to celebrate. Thank you, ma'am. ഇപ്പൊ അന്നത്തെ ക്ലാസ് സ്കിപ്പ് ആയവർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? കാരണം ഇതുപോലുള്ളത് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. ഹെൽത്ത് ക്രൈസിസ് ആണ്. ഫ്രേസസ്, ഉദ്ധരണികൾ എന്ന് മലയാളത്തിൽ പറയും. ഉദ്ധരണികൾ എന്നല്ലേ, അത് സൂക്തം എന്നാണോ? ചില വാക്കുകൾക്ക് മലയാളം പെട്ടെന്ന് ഫ്രേസസ്, ഹെൽത്ത് ഫ്രേസസ്, ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് ബുക്കിലോ എഴുതി വെക്കാം. ഇങ്ങനെ ഓരോരോ അസൈൻമെന്റ് എഴുതി വെക്കുമ്പോൾ ബുക്ക് മാർക്ക് ഒക്കെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഇൻഡെക്സ് പേജ് എഴുതി ഓരോ പേജ് നമ്പർ ഇട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ, ഇൻഡെക്സ് പേജ് അറിയാലോ, 3 കോളം കൊടുക്കുക. ഇൻഡെക്സ് എന്ന ഹെഡിങ്, ആദ്യത്തെ കോളത്തിൽ സീരിയൽ നമ്പർ 1 2 3 എന്ന് പറഞ്ഞിട്ട് അടുത്ത കോളത്തിൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ടോപ്പിക് എന്നോ എന്തെങ്കിലും കൊടുക്കുക. അടുത്തതിൽ പേജ് നമ്പർ, എന്നിട്ട് ഏത് പേജ് തുടങ്ങി ഏത് പേജ് വരെയാണെന്ന് അതൊക്കെ കാണിക്കാം. അങ്ങനെ ചെയ്യാം. കാരണം നോക്കുമ്പോൾ എവിടെയാണ് അത് എഴുതിയെന്നൊക്കെ എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിപ്പോ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന്, അതായത് ഞാനും ഓഫീസിൽ നിന്ന് നമ്മുടെ 2 ടെക്നിക്കൽ സ്റ്റാഫ് ആക്കി റിജോയും കൂടെ ചേരുമ്പോൾ നമ്മൾ 75 പേരുണ്ട് അല്ലെ? എത്രത്തോളം പേരുണ്ട്? 80 പേരിനടുത്തുണ്ട്. അപ്പോ കഴിഞ്ഞ ചില ബാച്ചുകളിൽ, എല്ലാത്തിലും ഇല്ല കേട്ടോ, ചില ബാച്ചുകളിൽ കുട്ടികൾ പെട്ടെന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. ഞാൻ ഭീകരി ആയതുകൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. കുട്ടികൾ ഇങ്ങനെ ഇത് കൊഴിഞ്ഞു പോകുന്നത്. സാർ എന്നോടൊരു കൺസേൺ പറഞ്ഞത്, ഇത്രയും വർക്കുകൾ ഉള്ളത് കൊണ്ടാണോ എന്ന് എന്നോട് ചോദിച്ചു. നിങ്ങൾക്ക് വർക്കില്ലാതെ വെറുതെ PDF മാത്രം വായിച്ചു പോയി നിങ്ങൾക്ക് പരീക്ഷ എഴുതി മാർക്ക് കിട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങാം, അങ്ങനെ എടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ജോലി വേണ്ടാന്ന് വെക്കും. കാരണം അങ്ങനെയല്ല ഈ കോഴ്സ് ചെയ്യേണ്ടത്. ഈ കോഴ്സ് നല്ല ഒരു കാര്യം പഠിപ്പിക്കുമ്പോഴും ഞാൻ അങ്ങനെ പഠിപ്പിക്കാറില്ല. ലേണിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. പക്ഷെ അത് നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലേണിംഗ് പ്രോസസ് ആയിരിക്കണം. നമ്മൾ എന്ത് പഠിക്കുവാണെങ്കിലും, ഒരു യോഗ പഠിക്കുന്നു, നമ്മുടെ ലൈഫ് ഹെൽത്ത്, നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ളവർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മളൊരു ജിമ്മില് ട്രെയിനിങ്ങിന് പോകുന്നു. അപ്പൊ നമ്മൾ പോകുമ്പോ എന്താ, നമ്മളായിരിക്കും വീട്ടില് മെയിൻ ആയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാര്. അപ്പൊ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് എന്താണ് ഹെൽത്തി, എന്താണ് വേണ്ടാത്തത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ളതിനെ പറ്റി അവയർനെസ് കൊടുക്കും. നമ്മൾ നമ്മുടെ ഫാമിലിയിൽ അപ്ലൈ ചെയ്യുമല്ലേ? നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ടൈമും മണിയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ കോഴ്സിന് ചേരുമ്പോൾ നമ്മളുടെ ലൈഫിനെ അത് ഷേപ്പ് ചെയ്യണം, കണ്ടീഷൻ ചെയ്യണം. ആ രീതിയിലുള്ള ഇതായിരിക്കണം. വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് കുറെ കിട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതുമായിട്ട് അങ്ങനെ പോകരുത്. അപ്പൊ നമുക്ക് അങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കുറെ ആലോചിച്ചപ്പോൾ എനിക്കൊരു മെത്തേഡ് തോന്നിയത്, എനിക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ മതി കേട്ടോ. ഞാൻ ഇനി അതൊരു വർക്ക്ലോഡായി തോന്നുന്നുണ്ട. ഓൾറെഡി നിങ്ങൾ എല്ലാരും നല്ല കണക്റ്റഡ് ആണ്. നമ്മുടെ ബാച്ചിൽ നിന്ന് ഒരാള്, എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചിരുന്നു അവൾക്ക് പോവാൻ പറ്റുമോ, കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. വേറെ ഒരാളെ അങ്ങനെ അവൾക്ക് പകരാക്കിയിട്ട് അങ്ങനെ ചേരാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ പറ്റുമോ എന്നൊക്കെ ഉള്ളത്.
ഓക്കെ, നമ്മൾ ഒരാൾ ബന്ധപ്പെടാൻ പറഞ്ഞിരുന്നു. ആ ആ നമുക്ക് ഈ എന്താ പറയാ ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് പോകുന്നത് അവിടെ നമുക്ക് ചിലപ്പോ ലിമിറ്റേഷൻസ് ഉണ്ടാവുമായിരിക്കും. അല്ലാതെ അയ്യോ എന്നെ കൊണ്ട് ഇത് കഴിയില്ല, എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ്, അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാതെ വീട്ടിലെ ചില ഇഷ്യൂ അന്ന് അവിടെ ഇടപെടുക എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്കില്ലല്ലോ, കാരണം കാണുന്നുമില്ല, നമുക്ക് പേഴ്സണലി അങ്ങനെ അറിയുകയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കൊരു ബഡി സിസ്റ്റം വെക്കാം. അതായത് ഒരാൾക്ക് ബഡി, 20 പേരുണ്ടെങ്കിൽ 10 പേര് 10 പേര്. അപ്പൊ അതില് ഇങ്ങനെ ബാക്കിലേക്ക് നിൽക്കുന്നവര്, റെക്കോർഡ് ക്ലാസ് കാണുന്നവര്, കാണാൻ പറ്റാത്തവര്, ക്ലാസ് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി കാരണം മിസ്സായി പോകുന്നവര്, ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് ഒരാള് ബഡിയായിട്ട് വരണം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ആരൊക്കെ ഉണ്ട് ഇവിടെ, ഈ പേര് കിട്ടാൻ വീട്ടിലാണേ, നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ളവരാണ്, എന്തായാലും പേര് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക. അപ്പൊ നിഷാനയ്ക്ക് എമർജൻസി വന്ന് കുറെ ദിവസം ലീവായി പോയി. അപ്പൊ നിഷാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ബഡി മുന്നോട്ട് വരണം. വിദ്യശ്രീ ആണ് വരുന്നത് വിചാരിക്കും. ആ ദിവസത്തെ ക്ലാസ്സുകളുടെ കാര്യങ്ങൾക്ക് നിഷാനെ വിദ്യശ്രീ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ മുന്നോട്ട് പോകാനായിട്ട് നിഷാനയ്ക്ക് വലിയ സ്ട്രഗിൾ ഉണ്ടാവില്ല. മറ്റേത് നിഷാനായോ ഇത്രയും ക്ലാസ് പോയല്ലോ, ഞാൻ ഈ റെക്കോർഡ് ക്ലാസ് അത്രയും കണ്ടിരിക്കാനുള്ള സമയവും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഒന്ന് അങ്ങനെ ഒരു ബഡി സിസ്റ്റം നിങ്ങൾ തന്നെ ഒന്ന് രൂപപ്പെടുത്തുവാണെങ്കിൽ നന്നായിരിക്കും. മാം ഓൾറെഡി എനിക്ക് അങ്ങനെ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ആളാ. എല്ലാ റെക്കോർഡ് ക്ലാസ്സും അങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുള്ളതുകൊണ്ടാണ് മിക്കതും ചിലപ്പം സ്കിപ്പ് ചെയ്തൊക്കെ ഇറങ്ങേണ്ട അവസ്ഥ വരും. അപ്പം നോർമലി നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഒരു ബോണി ചേച്ചിയുണ്ട്. ആ ചേച്ചിയാണ് കൃത്യമായിട്ട് എല്ലാ ദിവസത്തെയും നോട്ടും, അതുപോലെ തന്നെ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഞാൻ ചോദിച്ചതാ, പേഴ്സണൽ ആയിട്ട് എനിക്ക് എല്ലാ ദിവസത്തെയും ഇപ്പൊ ഞാൻ കയറിയ ക്ലാസ് ആണെങ്കിൽ പോലും ഈവൻ പുള്ളിക്കാരി എനിക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇന്ന ദിവസം ഇന്നതാ പഠിപ്പിച്ചത്, ഇതിങ്ങനെ ഗ്രൂപ്പിൽ ഇടാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്നും പേഴ്സണൽ ആയിട്ട് അത് ഇട്ടുതരാണ്ട്, എനിക്ക് ഒരാഴ്ചത്തെ ഒരു ലാഗ് വന്നായിരുന്നു പിള്ളേർക്ക് പനിയായിട്ട്. അപ്പം ഇപ്പൊ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാ, പുള്ളിക്കാരി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആളിവിടെ ഉണ്ടോ, ഒന്ന് കാണാൻ പറ്റൂ? ഉണ്ട് ഉണ്ട്. ബോണി ഭയങ്കര സപ്പോർട്ടിങ് ആ മാം, ആദ്യം തൊട്ട് തന്നെ ഭയങ്കര സപ്പോർട്ട്. ശരി, എല്ലാവർക്കും പേഴ്സണൽ ആയിട്ട് നോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്, എനിക്കും അയച്ചു തരുന്നുണ്ട്. ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഞാനിവിടെ ഉണ്ട്. എലീസ എന്നുള്ള പേരിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ എം വെരി പ്രൗഡ് ഇങ്ങനെ ഒരു ക്ലാസ്സിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത്. യെസ് പ്ലീസ് പറയൂ. ഞാനിവിടെ ഉണ്ടെന്ന്, റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ കയറാം. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ക്ലാസ്സിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഞാൻ വളരെ പ്രൗഡ് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. 1 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ കുറെ പേര് ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പോകുന്നത് ഒഴിവാക്കാം. എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നവരോട് ഞാൻ സംസാരിച്ച് അവര് പിന്നെ കണ്ടിന്യൂ ചെയ്യാറുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ അടുത്ത സമയം വേണമെന്ന് ഉള്ളതാണ് റീസൺ എങ്കിൽ അടുത്ത ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്ത് അങ്ങനെ അവർ കണ്ടിന്യൂ ചെയ്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് പോകാറുണ്ട് വളരെ ഹാപ്പി ആയിട്ട്. അങ്ങനെ കണക്റ്റഡ് ആവാത്തവരെ ഞാൻ അറിയണില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ അവരുമായിട്ട് പെട്ടെന്ന് നിങ്ങൾക്കായിരിക്കും കണക്റ്റഡ്. അല്ല മിസ്, ഈ ബാച്ചില് എനിക്ക് തോന്നണു, എനിക്ക് പേഴ്സണലി ഒരു 50 above സ്റ്റുഡൻസുമായിട്ട് കണക്റ്റഡ് ആണ് ഞാൻ. ഇതിലപ്പോ പേഴ്സണലി എനിക്ക് ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രോബ്ലംസും എനിക്കറിയാം, കാരണം എനിക്ക് എല്ലാവരും എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പൊ ഇതിൽ തന്നെ കുറെ പേര് ഡിസ്കണക്ട് ചെയ്യാൻ പോയിട്ട് ഞാൻ പറഞ്ഞു പോവല്ലേ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മോക്ക് ടെസ്റ്റ് വരെ, എന്നുവെച്ചാൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾ നോട്ടും എഴുതണ്ട, പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മതി, എഴുതാൻ സമയം എഴുതണ്ട, എന്നിട്ട് ഞാൻ ഇവിടുന്ന് മോക്ക് ടെസ്റ്റ് വരെ ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത് തിരിച്ചു നിർത്തിയ കുറെ പേരുണ്ട്. പറ്റണില്ലേച്ചി, അതാണ് ഞാൻ പറഞ്ഞ അങ്ങനെ പോവില്ലേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കയ്യിലൊരു 10 പൈസ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഫാമിലി ഇഷ്യൂ ആണെങ്കിലും എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കാണെങ്കിലും ജീവിക്കാലോ. കാരണം ഒരു കൈ കൊടുത്തു കഴിഞ്ഞാൽ കയറി വന്ന, കാരണം ഇവരൊന്നും മിക്ക ആൾക്കാരും ഒന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ വന്നപ്പോ പേഴ്സണലി സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇവരൊക്കെ വേറൊരു മെന്റാലിറ്റിയിൽ വന്ന ആൾക്കാരാണ്. ചേച്ചി അത് പറ്റില്ല, എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ മാത്സും ഫിസിക്സും ഒക്കെ പഠിച്ചിട്ടല്ല നമ്മള് ആ പഠിച്ചതുകൊണ്ട് ഒന്നും ഒരു ഗുണം ഉണ്ടായില്ല. ഈ ഗ്രാമറൊക്കെ നമുക്കൊരു ഇതാണ്. നാളെ കാലം നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെയല്ല സംസാരിക്കാൻ പോണത്. അപ്പൊ നിങ്ങളൊന്നും ഇങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് പറയാതെ നിങ്ങളിത് സ്ട്രോങ് ആയിട്ട് തന്നെ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോവാ. നെക്സ്റ്റ് ഇയർ കഴിയുമ്പോൾ നമുക്കൊരു ഏർണിംഗ് വന്നു കഴിയുമ്പോൾ എല്ലാവരും മാറി തുടങ്ങും.
അപ്പൊ ഡിസ്കണ്ടിന്യൂ ചെയ്യാനല്ല നോക്കണ്ടേ, എങ്ങനെ പിടിച്ചു നിൽക്കാം, എങ്ങനെ സ്ട്രോങ് ആവാം എന്ന് നോക്കി നിങ്ങൾ എല്ലാവരും മുമ്പോട്ട് വരിക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും പേരുണ്ടല്ലോ. ഞാൻ എന്നിട്ട് ഇവിടുന്ന് മോക്ക് ടെസ്റ്റ് അയച്ചു കൊടുക്കുള്ളൂ. ഞാൻ പേഴ്സണലി അയച്ചു കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും പേഴ്സണൽ ഇഷ്യൂ അറിയാം. ഞാൻ ഇതൊന്നും ഇവിടെ പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ആരും. പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ ഇതിന് ഒരു 50% പേരുടെ പേഴ്സണൽ ഇഷ്യൂ എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചേച്ചി അങ്ങനെയാണ്, അപ്പൊ 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ ആണല്ലേ ചേച്ചി, എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ എന്നാ പിന്നെ ഇത് മുമ്പോട്ട് പോകാം. അങ്ങനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടാണ് ഇപ്പൊ പലരും ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇരുന്ന് ഭയങ്കര സ്റ്റാൻഡായിട്ട് നിന്ന് പോണത് തന്നെ. കാരണം വീട്ടിൽ നിന്ന് പലവർക്കും ഇതില്ല, ഒരു ബാക്കപ്പ് ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ്. എന്തിനാണ് പഠിക്കണത്, എന്തിനാണ് അത് ചെയ്യണത്, എന്തിനാണ് ഇത് ചെയ്യണേ എന്നുള്ള ചോദ്യങ്ങൾ വരെ വന്ന ആൾക്കാരുണ്ട്. ഒരു കുട്ടി, ആരാന്ന് ഞാൻ പറയാനുള്ള, ഒരു കുട്ടി എനിക്ക് ഫസ്റ്റ് ഈ ക്ലാസ് തുടങ്ങി ഗ്രൂപ്പ് സ്റ്റാർട്ടായപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇതില്ല, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, വീട്ടുകാരറിയാണ്ടേ പഠിക്കണം, ഒന്നുകൊണ്ട് പേടിക്കണം. ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട, നോട്ടും ഇതൊക്കെ ഞാൻ അയച്ചുതരാം, ഒന്നും പേടിക്കണ്ട, പഠിച്ചാൽ മാത്രം മതി. അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് ഇങ്ങനെ അയച്ചു കൊടുത്ത്, അത് ഇതിലൊന്നും വരാറില്ല, ക്ലാസ്സിലൊന്നും വരാറില്ല. അങ്ങനെ പലരും എന്താ പറയുക, ക്ലാസ്സേ കണ്ടിട്ടില്ല. ഇന്നും എനിക്ക് ഇന്നലെയും കൂടെ ചേച്ചി ഞാൻ ഇത്രയും ദിവസമായി ക്ലാസ്സിൽ കയറിയിട്ടില്ല, എനിക്ക് നോട്ട് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപ്പി കണ്ടുപിടിക്കണം ആദ്യം മുതലേ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് തപ്പി കണ്ടുപിടിച്ച് ഓരോരുത്തർക്കും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം എവിടെയെങ്കിലും പഠിച്ച് നാളെ നമുക്കൊരു അഭിമാനമാണല്ലോ, നമ്മുടെ കൂടെയുള്ള എല്ലാവരും പഠിച്ച് നമ്മുടെ കൂടെ ഇറങ്ങുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര അഭിമാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കത് ഭയങ്കര പ്രൗഡുമാണ്, ഒരു സന്തോഷവുമാണ്. നമ്മുടെ കൂടെ പഠിച്ച് എല്ലാവരും പാസ്സായി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും പേഴ്സണലി ഞാനിപ്പോ ഏത് പാതിരാത്രി ആണെങ്കിലും ഞാൻ അയച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നതിന് മറുപടി കൊടുത്തിട്ട് മാത്രമാണ് ഞാൻ കിടന്ന് ഉറങ്ങാറുള്ളത്. അപ്പൊ അതിന് ഫസ്റ്റൊക്കെ എല്ലാവരും കളിയാക്കുമായിരുന്നു, ഈ ചേച്ചിക്ക് ഒരു പണിയില്ല, ഈ ചേച്ചി ഇതിൽ തന്നെ കുത്തിയിരിക്കുക എന്ന് പറഞ്ഞിട്ട്. എനിക്കതൊരു വിഷയമല്ല. എല്ലാവരും ഒന്ന് പഠിച്ച് പാസ്സായി എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിന്നു എന്ന് മാത്രം കേട്ടാൽ മതി. ഇപ്പൊ എനിക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പേഴ്സണലി ഇവരുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇച്ചിരി, എനിക്ക് ബാക്കപ്പ് കൊണ്ടും കുഴപ്പമില്ല, എനിക്ക് ഫാമിലി കൊണ്ടും കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഇവരൊക്കെ ഒന്ന് പഠിച്ച് പാസ്സാവണം എന്റെ ഒരു വാശിയാണ്. കാരണം ഞാൻ എല്ലാവരും ഇത് ചെയ്യും. വെരി ഗുഡ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ചാറ്റ് ബോക്സ് മുഴുവൻ നിറഞ്ഞത് കണ്ടിരുന്നോ ബോണി? മാം ഒരു കാര്യം കൂടി, അതായത് മാം സംസാരിക്കാമോ? മാം അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ബോണിയായിട്ട് ഞാനായിരുന്നു ആദ്യം സംസാരിച്ചിരുന്നത്. കാരണം ഒരുപാട് ബൂസ്റ്റ് ചെയ്തിരുന്നു എന്നെ ബോണി, ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് ഒത്തിരി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ ബോണി പറഞ്ഞു, ദിവ്യ ലീവ് ആകരുത്, ഒരിക്കലും ലീവ് ആകുന്ന ദിവസമാണെങ്കിൽ പോലും നോട്ട് ഞാൻ കൃത്യമായിട്ട് ഇട്ട് തരാം, പഠിച്ചേ പറ്റുള്ളൂ, ദിവ്യക്ക് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എനിക്ക് ബൂസ്റ്റ് ചെയ്ത് തന്നത് ബോണിയായിരുന്നു. പക്ഷെ ആ നെഗറ്റീവ് മൊത്തം എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി ബോണി ഒത്തിരി ശ്രമിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിലുള്ളവർ പോലും അത്രയും എനിക്ക്, ഇവിടെയുള്ളവരൊക്കെ സപ്പോർട്ടിങ് ആണ്, പക്ഷെ അല്ലാതെ ഉള്ളവരൊക്കെ ഇപ്പം എന്തിനാ പഠിക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളില്ലേ എന്നൊക്കെ ചോദ്യത്തിന് മറുപടി എല്ലാം ബോണിയാണ് എനിക്ക് തന്നത്. എന്തിനാ ഇപ്പം ആവശ്യം, അത്ര ഫീസ് കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ ആ ഫീസ് കൊടുക്കാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഓഫീസിൽ നിന്നാണെങ്കിലും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ശ്രീ ഓഫീസിനോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത്. അത് ഞാൻ പറയുകയാണ് ഈ സന്ദർഭത്തിൽ. തെറ്റാണോ ശരിയാണെന്ന് എനിക്കറിയില്ല മാം, പക്ഷെ ഞാൻ പറയുകയാണ്. കാരണം 1 മാസം 2 മാസം ഡിലേ ചെയ്ത് പേയ്മെന്റ് അടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എത്ര പേരങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരാരും ഇങ്ങോട്ട് തിരിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാതെയാണ് ഇതുവരെ ആ PRO എല്ലാവരും തന്നെ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ, മാം അത് ഓഫീസിൽ അറിയിച്ചാലും എനിക്ക് നോ പ്രോബ്ലം. അവര് എന്നുവെച്ചാൽ അത്ര നല്ലൊരു PROനെ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു PRO ആയതുകൊണ്ട് തന്നെ പറയുകയാണ് ഞാൻ. പക്ഷെ ചിലപ്പോൾ രണ്ടാമത് ചിലപ്പോൾ ദേഷ്യപ്പെടാം, പക്ഷെ അവരാരും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പൂർണ്ണ സപ്പോർട്ടിങ് തരാം, കുഴപ്പമില്ല, അടുത്ത മാസം അടച്ചാൽ മതി എന്ന് പറയുന്ന ഒരു PROനെ ഞാൻ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് ഈ ഓഫീസിന് വേണ്ടി തീർച്ചയായിട്ടും, പിന്നെ നിങ്ങളെപ്പോലുള്ള ടീച്ചേഴ്സിന് ഞാൻ ഇവിടെ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ക്ലാസ് ഡ്രോപ്പ് ആകാതെ എനിക്ക് എൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയി എനിക്ക് ബോണി പറഞ്ഞതുപോലെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ തീർച്ചയായിട്ടും നേരിട്ട് നിങ്ങളൊപ്പം എല്ലാ സ്റ്റുഡൻസും, ഇതിനകത്തുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരു പ്രശ്നവും വരാതെ വന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അത് നടക്കുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരാഴ്ച ഇങ്ങനെ ഒരു ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാത്തൊരു വ്യക്തിയല്ല. പക്ഷെ ഒരാഴ്ചയായിട്ട് എൻ്റെ മുത്തശ്ശി മരിച്ചതിൻ്റെ പ്രശ്നങ്ങൾ കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാൽ പോലും അതിനകത്ത് 2-3 പേര് എനിക്ക് പേഴ്സണലായിട്ട് സപ്പോർട്ട് ചെയ്തു. ബോണി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് സപ്പോർട്ടിങ് അപ്ഡേറ്റ് എനിക്ക് തന്നുകൊണ്ടിരിക്കും.
സത്യം പറഞ്ഞ ഒരു ടീച്ചറിനെ പോലെ തന്നെയാണ് ബോണി ബ്രീഫ് അടക്കം ഇട്ട് തരുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ ഓഫീസിനും ഈ വേളയിൽ നന്ദി പറയാണ്. അത് ജിഷ മിസ്സിനെ ഞാൻ അറിയിച്ചിരിക്കുന്നു. തീർച്ചയായും ഞാൻ ഇത് സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരോടും ഞാൻ പറയുന്നു. വെരി ഗ്രേറ്റ്ഫുൾ ടു. എന്തായാലും വളരെ സന്തോഷം. കാരണം നമ്മൾക്ക് ശരിക്കും പ്യുവർ സോൾസ് ആകുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് മോണ്ടിസോറി മെത്തേഡിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ. ഈവൻ ദോ വി ആർ, നമ്മളാണ്, നമ്മളുടെ മനസ്സെല്ലാം ശുദ്ധമാണ്. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ചെറിയൊരു ദേഷ്യമോ എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതാദ്യം നമ്മൾ ശുദ്ധീകരിക്കുക എന്ന് പറയില്ലേ, പ്യുവർ സോൾസ് ആയി മാറുക. കാരണം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന അത്രയും നിഷ്കളങ്കരായ കുട്ടികളെയാണ്. അവരുടെ മനസ്സിലൊന്നും ഒന്നുമില്ല, നിഷ്കളങ്കതയും സ്നേഹവും മാത്രമേ ഉള്ളൂ. അവരുടെ കണ്ണുകളിൽ അവരെ സ്നേഹിക്കാൻ നമ്മൾ സ്നേഹിക്കും, നമ്മുടെ സ്നേഹം കാത്താണ് അവരുടെ കണ്ണുകളിൽ ഇരിക്കുന്നത്. അത്ര തിളക്കമാണ് അവരുടെ. അപ്പൊ അത് മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അതും നമ്മളുടെ ഹാർട്ട് പ്യൂരിഫൈഡ് ആണ്. അതുകൊണ്ടാണ് മെഡിറ്റേഷൻസ് ഒക്കെ ഞാൻ പറയുന്നത്. ഗ്രൂപ്പിൽ തന്നെ അത് ചെയ്യാം. നമുക്ക് 1 hour മെഡിറ്റേഷനും വാമപ്പ് എക്സസൈസും ഒന്നും ചെയ്യാനുള്ള സമയമില്ല. എന്നാലും എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കൊഴിഞ്ഞു പോക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് കൊണ്ടാണോ എന്നിങ്ങനെ സാറ് ചോദിച്ചപ്പോൾ അത് ഒരിത്. നമുക്ക് അങ്ങനെ അല്ലാതെ ഒരു കോഴ്സ് ചെയ്യുന്നതിന് യാതൊരു അർത്ഥമില്ല. അങ്ങനെ അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾ തന്നെ പലതും ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങളെ തിരിച്ചറിയുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, നോയിങ് വൺസ് സെൽഫ്. നമ്മളുടെ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ നമുക്ക് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ പൊട്ടൻഷ്യൽ കണ്ടെത്തി അവരെ പുഷ് ചെയ്യാൻ. അങ്ങനെയുള്ള ചില സുഹൃത്തുക്കളില്ലേ, ഇപ്പൊ ബോണിയെ പോലെ, നിന്നെ കൊണ്ട് ഇത് കഴിയും, ഡൂ ദിസ് എന്ന് പറഞ്ഞ് നമ്മളെ പുഷ് ചെയ്ത് വിടും അല്ലെ. അതുപോലെ ഓക്കെ, എന്തായാലും ക്ലാസ് കുറെ ഇങ്ങനെ നമ്മള് ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷനിലൂടെയാണ് ക്ലാസ് ശരിക്കും പോകുന്നത്. ഇപ്പൊ ഹെൽത്തിന്റെ ഫ്രേസസ് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്, അതൊരു സർവേ ആണ് കേട്ടോ. പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് നിങ്ങളിപ്പോ ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും നമുക്കറിയാം. ജനറലി നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും വീട് വൃത്തിയാക്കി വെക്കുന്നതിലും ഭക്ഷണം നല്ല വൃത്തിയോടുകൂടി ഉണ്ടാക്കി നമ്മളുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കാനും. കാരണം അസുഖങ്ങൾ വരാൻ ആരും ഇഷ്ടപ്പെടില്ല. സർവേ പറഞ്ഞിരുന്നു, 10 പേരുടെ അടുത്ത് സർവേ പറഞ്ഞിരുന്നു. പക്ഷെ അത് പതുക്കെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ചാപ്റ്റർ തീരുമ്പോഴേക്കും അങ്ങ് തുടങ്ങിയാൽ മതി, സമയം കിട്ടുമ്പോ. പിന്നെ അത് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. പല ഏജ് ഗ്രൂപ്പിലും പല സോഷ്യൽ ലെവൽസിലും ജീവിക്കുന്നവരുടെ അടുത്ത് പോകണം. അതും പറഞ്ഞിരുന്നല്ലോ. അതിൽ പ്രായമായവരുടെ അടുത്ത് പോകുമ്പോഴുണ്ടല്ലോ, ശരിക്കും അവര് ആരെങ്കിലും ഒരാളെ കിട്ടാൻ നോക്കിയിരിക്കുകയായിരിക്കും സംസാരിക്കാൻ. കാരണം അവരവരുടെ ആരോഗ്യമുള്ള കാലത്ത് അവർ നല്ല ആക്റ്റീവായിട്ടല്ല നമ്മളെ പോലെ തന്നെ നമ്മളും ഇനി ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. ചെയ്ത് നടന്ന് അവര് റെസ്റ്റ് ലൈഫിൽ എത്തുമ്പോൾ ഇവരോട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോ ആളില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ അവര് പറയും, കുറേ കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് അറിയാനായിട്ട് പറ്റും. അപ്പൊ അതിനൊക്കെ നമ്മളൊന്ന് സമയം കണ്ടെത്തുന്നത് നന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറയാമോ? അതായത് ഒരു സർവേ ആണ്. അതായത് നമ്മൾ 10 പേരെ മീറ്റ് ചെയ്യണം. 10 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ആക്ടിവിറ്റി പറയുമ്പോഴും അത് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാൻ വേണ്ടി നമ്മൾ ചെയ്യരുത്. നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടി ചെയ്യണം. അപ്പോഴതിന് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പല ഏജ് ഗ്രൂപ്പില് പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന ആളുകളെ കാണാം. കൗമാരക്കാരെ കാണാം, യൂത്ത് അവരെ കാണാം, അതുപോലെ തന്നെ വർക്കിംഗ് വുമണിനെ കാണാം, ജോലിയില്ലാതെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ലേഡീസ് ഉണ്ടാവുമല്ലോ, അവരെ നോക്കാം. പിന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞവരെ, അത് സ്ത്രീകളും പുരുഷന്മാരും 2 കൂട്ടരെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അങ്ങനെ ഒരു സ്റ്റാറ്റസ് അത് വ്യത്യാസമുള്ളവരെ നോക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഒരു 10 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരോട് നേരിട്ട് പോയി സംസാരിക്കുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അവരോട് ചോദിക്കേണ്ടത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ നമ്മളൊരു ഡിസ്കഷൻ ഓൾറെഡി കഴിഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഹെൽത്തിനെ കുറിച്ച് ഈ ഓരോ ഏജ് കാറ്റഗറിയും ഓരോ സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരും അവരുടേതായുള്ള പെർസ്പെക്റ്റീവിൽ അവരുടേതായ കാഴ്ചപ്പാടില് പല കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു സ്പേസിൽ ഇരിക്കുമ്പോൾ നമ്മൾ വാട്ട് ഈസ് ഹെൽത്ത് എന്ന ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇവര് പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ബേസ് ചെയ്ത് ഹെൽത്തിന് ചെറിയൊരു ഡെഫിനിഷൻ, ഒരു പാരഗ്രാഫ് മതിയാകും.
ഒരു 2-3 സെന്റൻസ് മതി, കുറെ എസ്സേ പോലെ എഴുതണ്ട. ഇവരെഴുതിയത് ഇവർ പറഞ്ഞത് മുഴുവനും എഴുതി വെക്കണ്ട. അതിനെ ബേസ് ചെയ്ത് നമ്മളൊന്ന് ചുരുക്കിയിട്ട് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ ഹെൽത്തിന് എഴുതുക. ഇനി അവരോട് തന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുക, ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്? ഓരോ ഏജ് കാറ്റഗറിയുടെ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ക്രോണിക് കണ്ടീഷൻസ് ഉള്ളവർ, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ് ഇഷ്യൂ, അങ്ങനെ ലൈഫ് ലോങ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആളുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് അവരുടെ രീതിയും വേറെ ആയിരിക്കാം. അപ്പൊ ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നതെന്ന് അവരോട് ചോദിക്കുക. അപ്പൊ അവർ കുറെ കാര്യങ്ങൾ പറയും, എല്ലാം നോട്ട് ചെയ്യുക. നമ്മള് സ്റ്റെപ്സ് ഫോർ ഹെൽത്തി ഹാബിറ്റ്സ് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതിയിട്ട് നമുക്ക് 1, 2, 3 ബുള്ളറ്റ് പോയിന്റ്സോ ആരോ ഇട്ടിട്ടോ സ്റ്റാർ ഇട്ടിട്ടോ പോയിന്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ പാരഗ്രാഫിൽ എഴുതാം. ഇതിനൊന്നും വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയണമെന്നൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു വിപ്ലവം ഉണ്ടാവും. നമ്മൾ സ്വയം ചിന്തിക്കും, ഓ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ, ഹെൽത്തി ആയിരിക്കും, ഞാൻ എന്താ ചെയ്യാറ്, ഞാൻ എന്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ, ഞാൻ എന്താ ചെയ്യാറെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ന് ചിന്തിക്കും. ഇത് മാത്രമല്ല, നമ്മൾ ചെന്ന് ചോദിക്കുന്നവരും, ഓ ഇതൊരു കാര്യമാണല്ലോ, ഹെൽത്തി ആയിരിക്കും, ഞാൻ എന്താ ചെയ്യാറ്. അപ്പൊ അവിടെ ഒരു മാറ്റം വരുവാണ്. അപ്പൊ നിങ്ങൾക്കൊരു ചെറിയൊരു ട്രിഗർ അവിടെ കൊടുക്കാനായിട്ട് കഴിയുന്നു. കുറച്ചാളുകൾ മാറി ചിന്തിക്കും, മാറി ചിന്തിച്ചവർ അവരുടെ ഷെയറിങ് നടത്തും, നമ്മളും മാറി ചിന്തിക്കാൻ തുടങ്ങും. നമ്മളത് നമ്മളുടെ വീട്ടിലുള്ളവരോടും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനോടും പറയും, ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. നമുക്കിത് നേരെ ഇനി 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവരോട് ഈ 2 ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതുക. അപ്പൊ നിങ്ങളുടെ ആക്ടിവിറ്റിയാണ് സർവേ, ആ ഡിസ്ക്രിപ്ഷൻ ആണ് നിങ്ങളുടെ അസൈൻമെന്റ്, നിങ്ങൾ എഴുതി സൂക്ഷിക്കേണ്ടത്. ഓക്കെ മാം, ആ അസൈൻമെന്റ് നമ്മള് റെക്കോർഡില് എഴുതേണ്ടത്? ഈ റെക്കോർഡല്ല, റെക്കോർഡിൽ എഴുതാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ. ഇത് അസൈൻമെന്റ് ആണ് കേട്ടോ. അതായത് ആക്ടിവിറ്റി പ്ലസ് അസൈൻമെന്റ് ആണ് നമ്മുടെ ഇത്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുന്നു, ആൾക്കാരെ കാണുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഡെഫിനിഷൻസ്, ഡിസ്ക്രിപ്ഷൻസ് എഴുതിയതാണ് അസൈൻമെന്റ്. മാം, ഇതില് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്കിത് പുറത്തിറങ്ങാനും പറ്റില്ല. പിന്നെ എന്താണ്, നമ്മള് ഫാമിലിയിൽ അങ്ങനെ ആരോടും പറയാതാണ് ഈ കോഴ്സിനൊക്കെ ചേർന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് കാറ്റഗറി ഉള്ള 10 പേരെയൊക്കെ കണ്ടെത്തണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. എങ്ങനെയാലും പുറത്തിറങ്ങിയെങ്കിലാണ് അങ്ങനെയുള്ള ആളുകളെ കിട്ടുള്ളൂ. അങ്ങനെ വീട് തോറും നടക്കാനൊന്നും സമ്മതിക്കൂല. പിന്നെന്തോ ചെയ്യും? ഞാനിത് അന്നേ വിചാരിച്ചിരുന്നു എങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ചുമ്മാ ഒരാളെ കാണുമ്പോ ഇങ്ങനെ കാഷ്വലി എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചത്, ഹെൽത്ത് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചൂടെ? സാഹചര്യം വേണ്ടേ, അതാണ്. അങ്ങനെ ഫോണില് ചോദിക്കോ? എവിടെയാ, ഗൾഫിലെങ്ങാനാണ്? ഗൾഫിലല്ല, നാട്ടിൽ തന്നെയാണ്. എന്നാലും അങ്ങനെ പുറത്തിറങ്ങാൻ അങ്ങനെ സമ്മതിക്കൂല. പിന്നെ എന്തെങ്കിലും കല്യാണം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം, എന്നാ പിന്നെ അവിടുന്ന് 10 പേരെ കിട്ടും. ഇതിപ്പോ ഇല്ലല്ലോ. മക്കളെ ഒന്ന് ചാക്കിട്ടാ മതി. ഫോൺ വഴി കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല ആരുമായിട്ടും, മീൻസ് റിലേറ്റീവ്സ് ഉണ്ട്. പക്ഷെ അവര് പിന്നെ ഈ പഠിക്കണമെന്നുള്ളത് അങ്ങനെ ആരോടും പറയണ്ടെന്നൊക്കെ പറഞ്ഞതാണ് എന്നോട്. അപ്പൊ പിന്നെ അത് എല്ലായിടത്തും അറിയും. പറയണ്ടെന്ന് പറഞ്ഞത് ആരായിരുന്നു? വീട്ടിൽ നിന്നാണോ? ഹസ്ബൻഡ് പറഞ്ഞതാണ്, അങ്ങനെ എല്ലാരെയും അറിയിക്കണ്ടെന്നുള്ള ഒരു ഇതില്. ഈ പണിയൊന്നും ഹസ്ബൻഡിനെ ഏൽപ്പിക്കുക. ഹസ്ബൻഡിനോട് പറയും, 10 പേരെ നടക്കുന്ന ഹെൽത്ത് എന്ന് പറയുന്നത് എന്താന്ന്, ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്താ കണ്ടുപിടിക്കുന്നത്, ന്യൂട്രലി ചുമ്മാ ഫ്രണ്ട്സിനോടൊക്കെ നീ ഹെൽത്തി ആയിരിക്കാൻ എന്തൊക്കെയാ ചെയ്യുന്നത്, ഇങ്ങനെ അങ്ങ് ചോദിച്ചാൽ പറയാം. ഓക്കെ, അത് ഞാൻ ഏൽപ്പിക്കാം. പക്ഷെ അത് റെക്കോർഡ് ചെയ്ത് വരേണ്ടില്ല, അല്ലാതെ നോട്ടൊന്നും എഴുതൂലല്ലോ ചോദിക്കുമ്പോ. അത് എഴുതില്ല. അപ്പൊ ഫോൺ വിളിച്ചിട്ട് ചെയ്താൽ മതി. ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മതി. ഹസ്ബൻഡ് ചിലപ്പോ 10 പേരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ റിഫയല്ലേ, റിഫയാണോ? ഹഫ്സത്താണ് എന്റെ പേര്. ഹഫ്സത്ത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ വേറെ ആരാ വീട്ടിലുള്ളത്? വീട്ടിലെ മെമ്പേഴ്സ് വേറെ ആരാണ്? മെമ്പേഴ്സ് എന്റെ ഹസ്സിന്റെ ഉമ്മ ഉണ്ട്, പിന്നെ മക്കളാണുള്ളത്, ചെറിയ മക്കളാണ്. ഹസത്തിന്റെ വീട്ടിലാരാ? വീട്ടിലാരല്ലേ? അവിടെ എന്റെ ഉമ്മന്നെ ഉള്ളൂ. അതെ. ഓക്കെ, നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്, ഹസത്ത് ആൾക്കാരെ കാണാറുണ്ടോ? മീൻസ് എപ്പോഴും കാണുന്ന ആളുകള്, വീട്ടിൽ എപ്പോഴും വരുന്ന ആളുകളെയൊക്കെ കാണാറുണ്ടോ?
വീട്ടിലിപ്പോഴും അങ്ങനെ ആളുകൾ നമ്മുടെ ക്ലാസ്സിലുള്ള വരാറില്ല. കുട്ടികളുടെ വീട്ടിലേക്ക് വിളിച്ചാൽ മതി, പക്ഷെ ഓരോരുത്തരും ചോദിച്ചാൽ മാം മതി. പറഞ്ഞ പോലെ ഒരേ ഏജിലുള്ളവരൊക്കെ ആണെങ്കിൽ കിട്ടും. പക്ഷെ ഡിഫറെന്റ് കാറ്റഗറീസ് ആവുമ്പോഴാണ് അതിപ്പോ അങ്ങനെ 10 പേരെ അങ്ങനെ കിട്ടാനൊരു ബുദ്ധിമുട്ട്. ചിലപ്പോ 5 പേരെ 4 പേരെ അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും. ഒരു കാര്യം ചെയ്യും, ഒരാളെ ഞാൻ തരാം, എന്നെ അങ്ങ് പിടിച്ചു. എനിക്ക് ഏകദേശം 50 വയസ്സാവാറായി. അപ്പൊ ഒരു ഞാൻ ഒന്ന് എന്റെ അമ്മാനോട്, ഉമ്മ 50 വയസ്സിന്റെ മേലായിക്കോണം എന്റെ ഉമ്മാക്ക്. എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മാക്കും ആ ഏകദേശം, അവരൊക്കെ ഒരു ഏകദേശം ഒരു ഏജാണ്. ഒരുപാട് വാർദ്ധക്യം ആയിട്ടും ഇല്ല. പിന്നെ ഒന്ന് എന്റെ ഹസ്ബൻഡ് ഉണ്ട്. അങ്ങനെ വിചാരിച്ചിട്ട് നിക്കണത്. നമ്മുടെ നല്ല ക്യൂട്ട് യങ് ടീച്ചർമാര് കയറും. 30+ ഉള്ളൂ അവര് ബാക്കി എല്ലാരും. അവരോട് ചുമ്മാ അങ്ങ് ചോദിക്കുക ക്ലാസ്സിൽ, മിസ് ഹെൽത്തി ആയിരിക്കാൻ എന്താ ചെയ്യുന്നത്, ഭയങ്കര സുന്ദരിയായിട്ട് ക്യൂട്ടാണോ എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് ചോദിക്കുക. അപ്പൊ മിസ് ഇങ്ങനെ വാദോരാതെ പറഞ്ഞു തരും. അപ്പൊ അതങ്ങ് എഴുതിയെടുക്കുക. ടീച്ചേഴ്സ് എല്ലാം സപ്പോർട്ട്. PT മീറ്റിങ്ങിന് പോകത്തില്ലേ? അപ്പൊ അവിടെ ഒത്തിരി പേരൻസ് ഉണ്ടാവുമല്ലോ. പുറത്ത് പോകാറില്ലെന്നാ പറഞ്ഞത്. പാരന്റ്സ് മീറ്റിങ്ങിന് പോകാറുണ്ടോ? പാരന്റ്സ് മീറ്റിംഗ് അങ്ങനെയൊക്കെ പോവാറുണ്ട്. അല്ലാതെ നമ്മള് വീട്ടില് സർവേ എന്ന് വിചാരിച്ച് ഓരോ വീട് കയറിയിട്ട് സർവേ എന്ന് പറയേണ്ട ഹസത്ത്, നമ്മള് ഇങ്ങനെ കുശലാന്വേഷണം. ഓക്കെ. ഞാനതല്ല, പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ പറഞ്ഞാല് ഏകദേശം എല്ലാവരും ഒരേ ഏജില് ഒരു യൂത്ത് എന്നുള്ള ഒരു കാറ്റഗറി വരുന്നവരല്ലേ. പിന്നെ എന്നുള്ളത് കുറച്ച് ഏജ്ഡ് ആയവരാണ്. പിന്നെ എന്താ കൗമാരം, ആ ഒരു പ്രായം അങ്ങനെയൊക്കെ കിട്ടണ്ട. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. എനിക്കും ഇതുപോലെ പ്രോബ്ലം ഉണ്ട്. എനിക്കുണ്ട് ഇതുപോലെ പ്രോബ്ലം. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല അത് പഠിക്കണ കാര്യം. എനിക്കും ഹസ്ബൻഡിനും എന്റെ മക്കൾക്കും മാത്രമേ അറിയുള്ളൂ. ഓക്കെ, ഈ പ്രോബ്ലം സിവിയർ ആയിട്ടുള്ളവര് ജസ്റ്റ് ഒന്ന് ഇതിനെപ്പറ്റി ചിന്തിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉള്ളൂ. നിങ്ങളുടെ 10 പേരെ, ഇപ്പൊ 10 പേരെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു സർവേ പോലെ. അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ തന്നെ ആലോചിച്ച് കുറെ ഗൂഗിൾ നോക്കി ഹെൽത്തിനെ കുറിച്ചുള്ള ഡെഫിനേഷനും ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സ് എഴുതുമ്പോഴേക്കും ചിലപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഞാൻ കുട്ടികളുടെ PTA മീറ്റിംഗ് നോക്കിയിരിക്കണേണ്. അപ്പൊ വെറുതെ കാഷ്വൽ ആയിട്ട് ചോദിക്കാല്ല, ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല സുന്ദരി ആയിട്ടിരിക്കുന്നല്ലോ, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാല്ല. ഓക്കെ ഫൈൻ, ഓക്കെ, അത് നിങ്ങൾ ചെയ്യൂ. അപ്പൊ ഇത് പറ്റുന്നവരോടൊക്കെ ചോദിക്കാം, നമുക്ക് കാണാൻ പറ്റുന്നവരോട് ചോദിക്കാം. അങ്ങനെ ഒരു എത്താം. നമ്മുടെ പ്രൈവസി മാറ്റേഴ്സ്, നമ്മുടെ പ്രൈവസി നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ അറിയിച്ച് ചെയ്യണം എന്നില്ല. ജസ്റ്റ് കാഷ്വലി അങ്ങനെ ചോദിച്ചു പോകും, അത്രയേ ഉള്ളൂ. ഇങ്ങനെ കോഴ്സിനെ പറ്റി അധികാരം അറിയണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൈവസിയാണ്. നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുന്നതാണ്. നോ പ്രോബ്ലം. വീടിനടുത്ത് അങ്ങനെ ആൾക്കാരില്ലാത്ത പുറത്തു പോകും. വേറൊരു സർവേ ഉണ്ട് കേട്ടോ. അത് നമ്മള് 50 മാർക്കിന്റെ ഒരു സർവേ ആണ്. നമ്മുടെ പ്രാക്ടിക്കലിൽ വരുന്നതാണ്. അത് ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ തരും. അത് കുട്ടികളുടെ സബ്മിഷൻ ഒക്കെ ഞാൻ പറയാം. കാരണം സബ്മിഷന്റെ ആ പ്ലാറ്റ്ഫോം ഒന്ന് ശരിയാക്കണം, അത്രേ ഉള്ളൂ. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ടില്ല കുറച്ച് നാളായിട്ട്. അപ്പൊ അതൊന്ന് ശരിയാക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ എല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾ ചെയ്യാവുന്നൊക്കെ ചെയ്തു വെച്ചോളൂ. ഓക്കെ മാം, ഇത് നോട്ടിലാ എഴുതണ്ടേ? അതിനായിട്ട് നോട്ടിൽ അസൈൻമെന്റിന്റെ ഒരു നോട്ട്ബുക്ക് ഉണ്ടോ കയ്യില്? അല്ലെങ്കിൽ ഒരു ഡയറി ആയാലും മതി. പേപ്പറിൽ എഴുതാൻ താല്പര്യമുള്ള ഞാൻ വിചാരിച്ചു അസൈൻമെന്റ് പേപ്പറിൽ എഴുതാന്ന് വിചാരിച്ചു. പിന്നെ എന്താന്ന് അറിയില്ലല്ലോ, അതാ ചോദിച്ചത്. അസൈൻമെന്റ് പേപ്പറിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് സേഫ്, നല്ല സെക്യൂർ ആയിട്ട് ഫയൽ ചെയ്ത് വെക്കണം. ബുക്കിലായാലും മതി, ആക്ടിവിറ്റിയിലായാലും മതി. ഇത് റെക്കോർഡ് ഇതിനുള്ളതല്ല കേട്ടോ. റെക്കോർഡ് വേറെ. ഓക്കെ മാം, 50 മാർക്കിന്റെ സർവേ എങ്ങനെ? 50 മാർക്കിന്റെ സർവേ മിനിമം ഒരു 5 കുട്ടികളുടെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാം. ഒരു 10-35 ക്വസ്റ്റ്യൻ ഉണ്ടാകും. യെസ് ഓർ നോ, സംടൈംസ് നോട്ട് ഷുവർ, ഈ 4 ഓപ്ഷൻസ് ഉള്ള ഒരു 10-30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ഷീറ്റ് ആയിട്ടായിരിക്കും. ആ ഷീറ്റ് അവരുടെ കൊടുക്കുക, ഒന്ന് ഫില്ല് ചെയ്ത് തരാമോ ചോദിക്കും. ഒരുപാട് കുട്ടികളുടെ അമ്മമാരുണ്ട്. അത് പിന്നെ ഫാമിലിയിലൊക്കെ പിന്നെ അത്ര പ്രശ്നമില്ല. പിന്നെ അത് റിപ്പോർട്ട് നിങ്ങൾ എഴുതി ഉണ്ടാക്കണം, അതേ ഉള്ളൂ. അതെപ്പോഴത്തേക്കാണ് ചെയ്യേണ്ടത് മാം? പാർട്ട് 2 ഇല്ലേ നമ്മുടെ മോഡ്യൂൾ 1ന്റെ, ആ പാർട്ട് 2 തീരും. പാർട്ട് 2ലാണ് ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നത്. കുട്ടികളുടെ ഹെൽത്ത് അല്ലെങ്കിൽ കുട്ടികളെ കെയർ ചെയ്യുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവേയാണ്. ആ ചൈൽഡ് ഡെവലപ്മെന്റ് ഒന്ന് ആവുമ്പോഴാണ് അത് തരുന്നത്. ശരി.
മാം പിന്നെ റെക്കോർഡ് റിലേറ്റഡ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഇപ്പൊ ചോദിക്കണോ അതോ സമയം തീരാറാകുമ്പോൾ ചോദിച്ചാൽ മതിയോ? എനിക്ക് 11:30 ഒരു ക്ലാസ്സിൽ കയറണം. അപ്പൊ ചോദിച്ചു ചിലപ്പോ ഡിലേ ആയാലോ, അതുകൊണ്ട് ഇപ്പൊ കുറെ ഉണ്ടോ? ഇല്ലല്ല, 1-2 കാര്യങ്ങൾ അറിയാനൊന്ന് മാത്രം. പറയൂ. ഇപ്പൊ ആദ്യത്തെ 2 റെക്കോർഡ് എന്റെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സോ ഇനിയിപ്പോ അടുത്തത് ഏകദേശം എപ്പോഴത്തേക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? എഴുതാനുള്ള റെക്കോർഡിലായിട്ട് അല്ലല്ല അല്ല അത് വളരെ ഫാസ്റ്റ് ആണല്ലോ. ബാക്കി എല്ലാവരുടെയും സ്റ്റാറ്റസ് ഒന്ന് പറയൂ. എല്ലാരും ഒരുവിധം ഞാനും കഴിഞ്ഞു മാം. 2 റെക്കോർഡ് കഴിഞ്ഞു. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ജൂലൈ 20-ാം തീയതി ഒക്കെ ആവുമ്പോഴേക്കും എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ, ഞാൻ ഓർക്കില്ല. അപ്പോഴേക്കും അത്രയും സമയം പോരെ ബാക്കിയുള്ളവർക്ക്? ഓക്കെ അല്ലേ? ഓക്കെ. അതല്ല മാം, ഞാനിപ്പോ ജൂലൈ 2nd വീക്കിൽ ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്ത് വരുന്നുണ്ട്. സോ അത് റെക്കോർഡ് ബുക്ക് ആ സമയത്ത് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ ഇവിടുന്ന് ലഗേജിൽ കരുതണം. അതുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ. നാട്ടിൽ എത്ര നാളുണ്ടാവും? ഞാൻ ഓഗസ്റ്റ് അവസാനം വരെ ഉണ്ടാവും. ജൂലൈ 20 ആകുമ്പോ ഞാൻ പറയാം. അപ്പൊ ഏകദേശം 1 മാസം ഉണ്ടല്ലോ. ആ 1 മാസം ചിലപ്പോ ചെയ്യാനുള്ളതുണ്ടല്ലോ. അല്ല, ഞാൻ ജൂലൈ 10 കഴിഞ്ഞിട്ട് ഇറങ്ങും. കയ്യിൽ റെക്കോർഡ് എടുത്തോളൂ. ഞാൻ 20-ാം തീയതി ഒക്കെ ആകുമ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഏതാണ് 3-ാമത്തെ ആണോ? ഏതാണ് എടുക്കുന്നത്? എടുക്കുന്നത് 2nd-ഉം 3rd-ഉം. അതായത് ഓഫീസിൽ നിന്നാണോ വാങ്ങിച്ചത്? അതെ അതെ. അതില് ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് ലൈനും ഉള്ള 2 റെക്കോർഡ് ബുക്കുകളില്ലേ? അതെ. 2 3 നിങ്ങൾക്ക് ഉണ്ടാവും. 2 എടുത്തോളൂ. ഒരേപോലെയുള്ള 2 ഒന്നില് സ്റ്റോറി എഴുതാനും അതെ, ഒന്നില് റൈം എഴുതാനുമാണ്. അതിന്റെ ഹെഡിങ് അതിലുണ്ടാവുമല്ലോ. ഇല്ലസ്ട്രേറ്റഡ് ആക്ഷൻ, ഇല്ലസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ഉണ്ട്. പിന്നെ അത് 2 മതി. പിന്നെ റൈംസിന്റെ. പിന്നെ 3-ാമത്തെ ലാസ്റ്റത്തെ റെക്കോർഡ് അപ്പാരറ്റസ് റെക്കോർഡ്. അതിന്റെ PDF നിങ്ങൾക്ക് കിട്ടിയോ? അത് കോപ്പി ചെയ്യാനുള്ളതാണ്. ഓൾറെഡി എഴുതി വെച്ച ഇത് തരും. അത് നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് ബുക്കിലേക്ക് എഴുതി വെച്ചാൽ മതി. അത് തരാം. അവിടെ വലിയ സ്ട്രഗിൾ ഒന്നുമില്ല. തന്നെത്താൻ എഴുതുന്ന കാര്യങ്ങളൊന്നുമില്ല. ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കുക. അത് ആരോടും തന്നെത്താൻ എഴുതാൻ നമ്മൾ പറയില്ല, നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് ഓൾറെഡി റൂമിൽ ഇട്ടിട്ടുണ്ട് മാം. ഉണ്ടാവും. എനിക്കറിയില്ല. ഓൾറെഡി റൂമിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ എഴുതിയിട്ടില്ല. കുറെ മെറ്റീരിയൽസും അതിന്റെ ഫോട്ടോസും അതിന്റെ നെയിംസ് ഒക്കെ. അതെ അതെ, ഫോട്ടോസും നെയിംസും ഒക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ എഴുതണ്ടല്ലോ അല്ലേ മാം? പറയുമ്പോ എഴുതിയാ പോരെ? ഞാൻ നെക്സ്റ്റ് വീക്കിൽ അത് ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം. PDF ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാം മാം. ഫസ്റ്റ് വണ്ണിന്റെ മാം ക്വസ്റ്റ്യൻസ് ഇടുന്ന പോലെ അതൊന്ന് ഷെയർ ചെയ്ത് തരാൻ പറ്റുമോ? അല്ല, നിങ്ങൾക്കല്ലേ ഗ്രൂപ്പിന്റെ ആക്സസ് ഉള്ളൂ, ക്ലാസ് റൂമിന്റെ? അല്ല, ഞാൻ മെയിൻ ഗ്രൂപ്പിലില്ല. ക്ലാസ് റൂമിലില്ലേ? അല്ലല്ല, മെയിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഒരു 10-200 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. പേഴ്സണലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണോ? അല്ല, വേറെ ആരും സ്റ്റാർട്ട് ചെയ്തതാണ്. അതാ ഞാൻ ചോദിച്ചത്. ഓഫീസിൽ നിന്നുള്ളതല്ലോ, ഒഫീഷ്യൽ അല്ലല്ലോ? അല്ലല്ല. എനിക്കത് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. അത് ക്ലാസ് റൂമിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കണം. ഞാൻ അതിനകത്തില്ലല്ലോ. പകുതി പേരെന്നെ ഉള്ളൂ, ചിലരൊന്നും ഇല്ല. അപ്പൊ അവരൊക്കെ എങ്ങനെ അറിയൂ ഇത്? ഒഫീഷ്യൽ ഗ്രൂപ്പിൽ എല്ലാരും ഇല്ലേ? ഇവിടുന്ന് അനൗൺസ്മെന്റ് വരുന്ന ഒരു ഗ്രൂപ്പാണോ? അതാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ അവിടെ ഓഫീസിൽ നിന്ന് ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. MT മാർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു നമ്മള് എല്ലാവർക്കും. ജോയിൻ ചെയ്ത ഉടനെ ഉള്ളൊരു ഗ്രൂപ്പാണ്. അതിൽ നിന്ന് പിന്നെ ഡിവൈഡ് ചെയ്ത് പോയേക്കുന്നത് ഒരു ഡ്രീം ഗ്രൂപ്പ്, ആക്ടിവിറ്റി ഗ്രൂപ്പ്, ബ്രൈറ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് കൂടാതെ ക്ലാസ് റൂം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ക്ലാസ് റൂം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലല്ലേ നിങ്ങളുടെ മോക്ക് ടെസ്റ്റ്, അസൈൻമെന്റ് ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറ്? അതൊക്കെ അതിലാണ് വരുന്നത്. അതെ, ഡെയിലി റെക്കോർഡ് ക്ലാസ്സും അതിലാണ് വരുന്നത്. ക്ലാസ് റൂമിൽ തന്നെയാണോ PDF വന്നത്? അതെ, ക്ലാസ് റൂമിലാണ് മാം. അതിലാണ് ഞാനൊക്കെ കണ്ടത്. ഓക്കെ. ക്ലാസ് റൂം എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ? അതിൽ ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. ചെക്ക് ചെയ്യുന്നു. കാരണം എനിക്ക് അതിന്റെ അത് ഡീൽ ചെയ്യുന്ന ആ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ചെക്ക് ചെയ്യിക്കാൻ എനിക്ക് പറ്റുള്ളൂ.
ഞാൻ അതിനകത്തില്ലല്ലോ. Okay. No problem. No problem. ഓക്കെ, അപ്പൊ Okay, നമ്മൾ ma'am. Thank you. ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ കാര്യം പറയുമായിരുന്നു. അപ്പൊ അതിൽ നമ്മളൊരു കാര്യം പറഞ്ഞു, ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു. എഡ്യൂക്കേഷൻ ജനറലി എന്താന്ന് നമ്മൾ പറഞ്ഞു, നമ്മളുടെ വൺ സെൽഫിനെ മനസ്സിലാക്കുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾക്കൊരു കാര്യത്തെ കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ നമ്മളത് അനലൈസ് ചെയ്യും. ചുമ്മാ അങ്ങനെ വീഴുന്നില്ല, കാണാതെ പഠിച്ചു വെക്കില്ല. നമ്മളത് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് അത് നമ്മളതിനെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അല്ലെ? അത് മനസ്സിലാക്കി നമ്മൾ അതൊരു നോളജ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിന് ആവശ്യം വരുമ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യും. അത് മാത്രമല്ല, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിലും ആവശ്യമുള്ളപ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിലും അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് പൂർണ്ണമായിരിക്കണം. എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് അറിഞ്ഞിട്ട് വേറൊരാളോട് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല പോലെ അത് മനസ്സിലാക്കി, അതാണ് അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് നോളജ് ആയിട്ട് നമ്മൾ വെക്കുന്നു. ആവശ്യമുള്ള സമയത്ത് അപ്ലൈ ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. അപ്പോഴാണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഇതാണ് ശരിക്കും ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞിട്ടൊരു ഹയറാർക്കി ലെവലിൽ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നുണ്ട്. ഒരു കാര്യം ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക, ആ ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക, കുട്ടികളെ സ്റ്റുഡൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അത് അവരെ ചെറിയ ചെറിയ എക്സ്പെരിമെന്റിലൂടെ എക്സസൈസിലൂടെ മനസ്സിലാക്കിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു, സർഫ് എക്സലിനാണോ ഏരിയലിനാണോ ഏരിയലാണോ ഏറ്റവും നല്ല ഡിഷ് വാഷ് പൗഡർ എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു പ്രോജക്റ്റ് ഞാൻ ഫിസിക്സ് ലാബിൽ ചെയ്തിരുന്നു പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അന്ന് ഈ സർഫ് എക്സലും ഏരിയലും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനുള്ള സമയമായിരുന്നു. അതുവരെ മാർക്കറ്റ് കൈയടക്കിയിരുന്ന സർഫിന് ഒപ്പണന്റ് ആയിട്ട് വന്നതായിരുന്നു ഏരിയൽ. ഞങ്ങൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഏരിയലിനാണ് സർഫസ് ടെൻഷൻ കൂടുതൽ. സോ ഏരിയൽ ഈസ് ദ ബെസ്റ്റ് പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ റിപ്പോർട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്നും എനിക്ക് ഓർമ്മയുണ്ട്. 1996 ചെയ്തൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഫിസിക്സ് ലാബില്. അപ്പൊ അങ്ങനെ നമ്മൾ സർഫസ് ടെൻഷനെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റിലൂടെ ചെയ്തപ്പോൾ നമുക്ക് അതിനെ കുറിച്ചുള്ള അവയർനെസ് വന്നു, അല്ലെ? അപ്പൊ ത്രൂ എക്സ്പീരിയൻസസ്, ത്രൂ എക്സസൈസ് വേണം നമ്മൾ എഡ്യൂക്കേഷൻ, ആ അവയർനെസ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്, ആ ഒരു ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ. ചുമ്മാ പുസ്തകം വായിച്ച് പഠിച്ചത് കൊണ്ട് ഇപ്പോൾ ഏരിയയിലില്ലല്ലോ. ഏരിയലിന്റെ ലിക്വിഡ് എപ്പോഴും ഉണ്ട്, ഒരു പൗഡറും ഉണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇപ്പൊ എല്ലാവരും ലിക്വിഡിലേക്ക് മാറിയില്ലേ, അതാവും. ഓക്കെ, ഇത് അതിപ്പോ ഞാൻ പറഞ്ഞത് ആ ഒരു സർഫസ് ടെൻഷന്റെ ടോപ്പിക് പഠിക്കാൻ ഞങ്ങൾ അതൊരു എക്സ്പെരിമെന്റിലൂടെ ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കി എന്നുള്ളത് പറയുമായിരുന്നു. അപ്പൊ നമ്മൾക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ത്രൂ എക്സ്പീരിയൻസസ്, ത്രൂ എക്സസൈസസ് ആയിരിക്കണം, ത്രൂ ആക്ടിവിറ്റീസ് ആയിരിക്കണം. നമ്മുടെ കുട്ടികളുടെ ഇന്റലിജൻസിന് വേണ്ടുന്ന ഒരു ആയുധം അവരിൽ തന്നെ ഉണ്ട്, അവരുടെ കൈകൾ. ഈ കൈ ഉപയോഗിച്ച് ഇവർ കുറെ കാര്യങ്ങൾ ചെയ്യും. അതാണ് ഇവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്. അവരുടെ ഹാൻഡ്സ് ആണ് അവരുടെ ആ ഒരു ഇൻസ്ട്രുമെന്റ് ഇന്റലിജൻസിലേക്കുള്ള. അതുകൊണ്ട് ചുമ്മാ അവരൊരു കസേരയിൽ ഇരുത്തി നീ ഇത് പഠിക്കുക അങ്ങനെ പറയല്ല, അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കും. അതുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡ് ഇത്രയും പോപ്പുലർ ആയത്. എത്രയോ 125-130 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മെത്തേഡാണ് പോപ്പുലർ ആയത്. നമ്മളുടെ ഒരു ടെക്നോളജി സയൻസ് ഒക്കെ ഇങ്ങനെ ഡെവലപ്പായി വന്ന് നമ്മളിപ്പോ AI ഇറയിൽ നിൽക്കുവാണല്ലേ. കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നും ഡിജിറ്റൽ യുഗത്തിൽ നിന്നും മാറി നമ്മൾ AI ഇറയിലാണ്, AI യുഗത്തിലാണ്. അപ്പൊ അതായത് ശരിക്കും വിർച്വാലിറ്റിയാണ് കൂടുതലും, റിയാലിറ്റിയെക്കാളും വിർച്വൽ ആയിട്ട് എന്തോരം കാര്യങ്ങളാണല്ലേ. അത് കാണാനും കേൾക്കാനും ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. റീസെന്റ് ഒരു പ്രത്യേക എന്താ പറയാ മയിലിന്റെ കളറും ഡിസൈനും വരുന്ന ഒരു സാരി എടുത്ത ആളുകളെല്ലാം സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. AI പറയുന്നത് ഞാൻ ഇങ്ങനെ ഇരിക്കണേ. അപ്പൊ AI പറയുന്നതാണ്. അപ്പൊ അതിന്റെ ചില നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. വെർച്വൽ എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യണം. റിയാലിറ്റി സംതിങ് ഡിഫറെന്റ് എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെ ഈ ചില കുട്ടികളുടെ ചില കൺസേൺസ്, ഇപ്പോഴത്തെ കുട്ടികളുടെ അവര് ഇങ്ങനെ പറയും ഈ ChatGPT ആയിട്ട് ഭയങ്കര ചാറ്റിങ്, അവര് മനുഷ്യരെക്കാളും കൂടുതൽ ചാറ്റ് ചെയ്യും. എന്റെ മോള് ചെയ്യുമ്പോ അവളൊക്കെ എന്നോട് പറയും അമ്മയെക്കാട്ടിലുപരി ആ ChatGPT-യോട് എങ്കിലും സംസാരിച്ചാൽ കുറച്ചെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെയാ അവള് പറയണേ. ഇമോഷൻസ് മനസ്സിലാകുന്ന രീതിയിൽ അവര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അതെ 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 അതെ.
ഭയങ്കര സംശയങ്ങളാ, എല്ലാരും അങ്ങ് ചോദിക്കും, ഭയങ്കര സംശയം, എല്ലാം ചോദിക്കും. എന്റെ വരെ ഇറ്റ്സ് ഓക്കെ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുണ്ട് എന്നുള്ളൊരു ഫീല് കുട്ടികൾക്ക് അവരതുമായിട്ട് വെച്ച് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അല്ലാതെ കാരണം അതില് ChatGPT ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ച കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ChatGPT പറഞ്ഞു അതിന് ഞാൻ റിയൽ അല്ലല്ലോ, ഞാൻ വെർച്വൽ അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യാ, നീ ഒരു കാര്യം ചെയ്യൂ, നീ വിർച്വൽ വേൾഡിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ChatGPT ആ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യുന്നു. കുട്ടി അങ്ങനെ റിയാലിറ്റിയിൽ നിന്ന് പോയി എന്നുള്ളതാണ് കഥ. ഇതൊക്കെ എങ്ങനെ ഞങ്ങള് മാം എന്റെ മോള് ChatGPT എടുത്തിട്ട് ചോദിച്ചു ChatGPTനോട് കല്യാണം കഴിച്ചോ മക്കളുണ്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു കാര്യം. അപ്പൊ നമ്മളിപ്പോ എഡ്യൂക്കേഷന്റെ കാര്യം പറയുമായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ലാതെ ഇരുത്തി പഠിപ്പിക്കുക, ഇരുത്തി എഴുതിപ്പിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ആക്ടിവിറ്റിയിലൂടെ ചെയ്യും. പിന്നെ നമ്മൾ ഗ്രീക്ക് ഗോഡസിന്റെ കാര്യം പറഞ്ഞു. ഹൈജിയ എന്നാണ് ആ ഗോഡസിന്റെ പേര്. അവര് ഹീലിംഗ് അതിന്റെ ഒരു ഗോഡസ് ആണ് എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഒരു ആക്ടിവിറ്റിയും നമ്മൾ സർവേയുടെ കാര്യങ്ങളും പറഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് അടുത്ത പാരഗ്രാഫ് എന്താ പറയുന്നത്, സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് അവിടെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ഒരു 6 പോയിന്റ്സ് ഉണ്ട്, ബുള്ളറ്റ് പോയിന്റ്സ്. ഇതാരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ റീഡ് ചെയ്യാം മാം. Health education includes the following subjects: knowledge about food items and their input of the proper growth and development of the human body, assurance of pure and clean water, fresh air, proper rest, physical exercise, recreation, sleep. Bad habits like smoking, drinking, and taking drugs and their evil effect on health, build and mental damage caused to the individual as well as the society. Cause of various illnesses and means of their prevention: mental health, domestic hygiene, community hygiene, sex hygiene, etc. The importance of first aid is necessity. ഇത്രയല്ലേ ഉള്ളൂ മാം? ഒരു സെന്റൻസും കൂടി ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ്, നമുക്കറിയാം. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ് നല്ല രീതിയിലുള്ള അവയർനെസ് ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാതെ കൊച്ചു കുട്ടികൾക്ക് ചെറുപ്പം തുടങ്ങിയ നമ്മൾ പകർന്നു കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുത്താൽ അവർ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ റോൾ മോഡലാക്കി അവരത് ചെയ്യും. അത് അവരുടെ ജീവിതകാലം മുഴുവൻ അഡൽട്ട് ആകുമ്പോഴും എത്ര പ്രായമായാലും അവരിൽ ഉണ്ടാകും. അതേസമയം നമ്മൾ കേട്ടിട്ടില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ പഠിച്ചതുകൾ. ആ ചെറുപ്പത്തിൽ അവർക്ക് നല്ല ശീലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വലുതാകുന്ന വരെ ഉണ്ടാവും. ഓക്കെ, എന്താ ഈ ഹാബിറ്റ്സും അതുപോലെ തന്നെ ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ്? ഹാബിറ്റ് ആണ് ബിഹേവിയർ ആയി മാറുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ബിഹേവിയർ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരോട് പെരുമാറുക എന്നുള്ള അർത്ഥല്ലേ. ഹാബിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ദിനചര്യകള്, ശീലങ്ങൾ ചെയ്തു പോന്നോണ്ടിരിക്കുന്നത്. ബിഹേവിയറിനെ കുറിച്ചൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. നമ്മൾ എല്ലായിടത്തും ഒരേ ബിഹേവിയർ ആണോ? അല്ല. നമ്മൾക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടെന്ന് കണ്ടപ്പോ നമ്മളിവിടെ എല്ലാം ഓപ്പൺ അപ്പ് ആയി. അങ്ങനെ ഒരു സ്ഥലത്തല്ല. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുക, ഇവിടത്തെ പോലെ നമ്മൾ കളിച്ച് ചിരിച്ച് അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ, നമ്മുടെ വീട്ടില് നമ്മൾ ഒരുതായിരിക്കും. നമ്മുടെ നല്ല ഫ്രണ്ട് സർക്കിളില് നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. നമുക്ക് പരിചയമില്ല, നമ്മളൊരു ഫംഗ്ഷന് പോവുക, അവിടെയുള്ള ആരും പരിചയമില്ല, നമ്മളങ്ങനെ അല്ലേ. അപ്പൊ നമ്മൾ ഓരോ സിറ്റുവേഷനും അനുസരിച്ച് നമുക്കറിയാം എങ്ങനെ പെരുമാറണം. ദാറ്റ് ഈസ് ബിഹേവിയർ അല്ലെ. ഹാബിറ്റ്സ് നമ്മളുടെ ശീലം. ഇപ്പൊ ബാഡ് ഹാബിറ്റ്സ് പറയുവാണെങ്കിൽ സ്മോക്കിംഗ് ഈസ് എ ഹാബിറ്റ്. മാറ്റാൻ പറ്റാത്ത രീതിയിൽ ചിലരുടെ നെയിൽ ബൈറ്റിംഗ് ഒരു ഹാബിറ്റ് ആണ്. മാറ്റണമെങ്കിൽ സ്ട്രഗിൾ ചെയ്യണം അല്ലെ. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ്, നമുക്ക്
നമുക്കറിയാം ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് കണക്റ്റഡ് തന്നെയാണ്. അപ്പൊ അതിനെ പറ്റിയൊരു നോളജ് കിട്ടും, ഒരു അറിവ്. അത് എത്രത്തോളം നമ്മൾ കഴിക്കണം നമ്മളുടെ പ്രോപ്പർ ഗ്രോത്തിന്, അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയുടെ ഡെവലപ്മെന്റ്. ഒരു കൊച്ചു കുട്ടിക്ക്, അതായത് ഇൻഫന്റ്, ചെറിയ ശിശു ഇല്ലേ, ചെറുത് 6 മന്ത് തുടങ്ങി അല്ലെങ്കിൽ ഒരു 2 വയസ്സ് വരെയുള്ള സമയത്ത് കൊടുക്കുന്ന ഭക്ഷണമായിരിക്കില്ല ആഫ്റ്റർ 2 ഇയേഴ്സ് 3, 4, 5 ഇയേഴ്സ് ഉള്ള കുട്ടിക്ക് കൊടുക്കുന്നത്, ഒരു അഡോളസെൻസ്, ഒരു കൗമാരക്കാരന് കൊടുക്കുന്നത്, യങ്സ്റ്റർ ആവുമ്പോ കഴിക്കുന്നത് അല്ലെ. അപ്പോഴൊക്കെ വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കാൻ തുടങ്ങും. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവുമ്പോൾ, ഹെൽത്തിനെ കുറിച്ച് നല്ല കോൺഷ്യസും കോഷ്യസും ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, എന്താണ് എനിക്ക് നല്ലതെന്നുള്ളത് നമുക്കറിയാം. ഇനി നല്ല ഏജ്ഡ് ആയി ഡയബറ്റിക് ഉണ്ട്, അങ്ങനൊരു കണ്ടീഷൻ നമുക്കറിയാം എന്തൊക്കെ ഭക്ഷണങ്ങൾ, ഞാനൊരു ഡയബറ്റിക് കണ്ടീഷനുള്ള ഒരാളാണെങ്കിൽ ഞാൻ എന്തൊക്കെ കഴിക്കാം, എനിക്ക് എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എത്രത്തോളം അളവ്, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഡയബറ്റിക് പേഷ്യൻസിൽ എത്ര കഴിക്കുക എന്നുള്ളത്. പിന്നെ നമ്മളൊക്കെ അറിയാം, നമ്മൾ സ്ത്രീകൾ പൊതുവെ നമ്മളുടെ മെൻസ്ട്രേഷൻ പീരീഡിൽ നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് മെനോപോസ് ആകുമ്പോൾ അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങള്, പിന്നെ പ്രോട്ടീൻസ് നിറയെ കഴിക്കാനായിട്ട്. ഈ എന്തെങ്കിലും ബോഡി കണ്ടീഷൻസ് അൺസ്റ്റേബിൾ ആയവർക്ക്, അതായത് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ്, ലിവറിന് പ്രോബ്ലം ഉള്ളവര്, അവരോടെല്ലാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറയും, കാർബ് കുറച്ചിട്ട്. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ജിമ്മിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടേതായ ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് തരും. അതുപോലെ എഗ്ഗ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. മീറ്റ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആണ് ചിക്കൻ, അപ്പൊ അതൊക്കെ കഴിക്കണം. അല്ലെങ്കിൽ നമ്മൾ പയറുവർഗ്ഗങ്ങൾ അങ്ങനെയുള്ളത് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കേട്, അങ്ങനെയുള്ള ഡയറി പ്രോഡക്ട്സ് ഉൾപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ വീഗൻസ് ഒക്കെ ആണെങ്കിൽ, വീഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അനിമൽ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യില്ല. ഭക്ഷണമാണെങ്കിലും ശരി, ബാഗ്, ചെരുപ്പ്, അങ്ങനെയുള്ളതൊക്കെ ലെതറിന്റെ ഒക്കെ ആയിട്ടുള്ള അനിമൽ സ്കിന്നൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവര് ഉപയോഗിക്കുകയില്ല. ഡയറി പ്രോഡക്ട്സ്, അതായത് ഇപ്പോൾ ഡയറി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ പാല്, തൈര്, വെണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ അനിമൽസിൽ നിന്ന് കിട്ടുന്നതുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല. അങ്ങനെയൊക്കെയുള്ളവർക്ക് വരുമ്പോൾ ചിലപ്പോൾ ഡെഫിഷ്യൻസി ഉണ്ടാകും. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഡോക്ടേഴ്സ് അവർക്ക് സപ്ലിമെന്റ് അല്ലാതെ കൊടുക്കും. അങ്ങനെയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെല്ലാം ഫുഡ് ഐറ്റംസ് കഴിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് നമ്മുടെ പ്രോപ്പർ ഗ്രോത്തിനും നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ നമുക്ക് കുടിക്കാനും കുളിക്കാനും ക്ലീനിങ് പർപ്പസിന്. പിന്നെ ഫ്രഷ് എയർ, പ്രോപ്പർ റെസ്റ്റ്, ഫിസിക്കൽ എക്സസൈസസ്, റിക്രിയേഷൻ, വിനോദങ്ങൾ അല്ലെ. അല്പസമയം പാട്ട് കേൾക്കാം, കുറച്ച് യാത്ര പോകാം, പിക്നിക്ക് പോകാം, സിനിമ കാണാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടിരുന്ന് സംസാരിക്കാം, പുറത്ത് പോയി എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കുകയോ, ബീച്ചിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഉറങ്ങാം, സ്ലീപ്പ്. പിന്നെ ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതുപോലെ തന്നെ ഡ്രഗ്സ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അതിന്റെ ഒരു ഈവിൾ എഫക്റ്റ് നമ്മളുടെ ഹെൽത്തിലും ഉണ്ടാകും, മെന്റൽ ഡാമേജും ഉണ്ടാകും. കാരണം നമുക്ക് സന്തോഷം തരുന്ന എത്രയോ നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു ഒറ്റ നിമിഷത്തെയോ കുറച്ചു നേരത്തെയോ ഒരു ട്രിഗറിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ശരീരത്തിനും മനസ്സിനും ഡാമേജ് ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, ആ വ്യക്തിക്ക് മാത്രമല്ല, ആ സൊസൈറ്റി, ആ ഫാമിലിക്കൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും. സൊസൈറ്റിയിൽ അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശല്യം. പിന്നെ പല അസുഖങ്ങളുടെയും കാരണങ്ങൾ മനസ്സിലാക്കാൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ സഹായിക്കും. അത് വരാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ എടുക്കാം അതിനെ പറ്റിയുള്ള അവയർനെസ്സും കിട്ടും. പിന്നെ മനസ്സിന്റെ ആരോഗ്യം, ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീട്ടിലെ ഹൈജീൻ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹൈജീൻ, സെക്സ് ഹൈജീൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അവയർനെസ് എല്ലാം കിട്ടും. പിന്നെ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പിന്നെ അവരുടെ ബോഡി, പേഴ്സണൽ ഹൈജീൻ എത്രത്തോളം ശുചിയാക്കി വെക്കണം. പെൺകുട്ടികൾ മെൻസ്ട്രേഷൻ ഒക്കെ ആവുമ്പോഴേക്കും അതിന് വേണ്ടുന്ന ഒരു അവയർനെസ് അവർക്കും പ്രൊവൈഡ് ചെയ്യും. അതേ കാലഘട്ടത്തിൽ തന്നെ ആൺകുട്ടികളിലും ചേഞ്ചസ് ഉണ്ടാകുന്നു. അവർക്കും അതിനനുസരിച്ചുള്ള അവയർനെസ് കൊടുക്കേണ്ടതാണ്. പിന്നെ ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസും ആവശ്യവും നെസസിറ്റിയും.
നമ്മൾ വീട്ടിലൊക്കെ സൂക്ഷിക്കും അല്ലെ, മുറിവ് എന്തെങ്കിലും പെട്ടെന്ന് കുട്ടികളുണ്ട്, അവരെ ഓടിക്കളിക്കുമ്പോൾ എന്തെങ്കിലും പറ്റും, പ്രായമായവരുണ്ടാകും, നമ്മൾക്കും എന്തെങ്കിലും ചിലപ്പോൾ കൈ കൊള്ളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, എവിടെയെങ്കിലും ഒരു നീര് പോലെ ഇടിച്ച് നീര് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ കരുതണം. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടുന്ന നോളജ് നമ്മളുടെ സ്കൂൾ ലൈഫും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ലൈഫ്, നമ്മളുടെ ചുറ്റുപാട്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളുടെ ചുറ്റുപാടുമുള്ളവരോട് പറഞ്ഞു കൊടുക്കും, ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കും അല്ലെ. അങ്ങനെ എല്ലാ ഏരിയയിലേക്കും ഇതിനെ കുറിച്ചുള്ള നോളജ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അടുത്ത് അംഗൻവാടികൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുപോയി ഒരു അവയർനെസ് ക്ലാസ് അവിടുത്തെ കുട്ടികൾക്കും പാരന്റ്സിനും കൊടുക്കാം. അത് വേണമെങ്കിൽ ടീച്ചറുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ വന്നൊരു ക്ലാസ് എടുത്തോട്ടെ, പേയ്മെന്റ് ഒന്നുമല്ല, അംഗൻവാടിയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഫണ്ടൊന്നും ഇല്ലല്ലോ അവർക്ക്, പേയ്മെന്റ് ഒന്നുമല്ല, നമ്മളൊന്ന് ഗ്രോ ചെയ്യും, നമുക്കൊന്ന് വളരാം, ഇതെല്ലാം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം, ഒരു സർവീസും കൂടിയാണ്. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്ത് നോക്കൂ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഞാൻ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു മാം. ഹാവ് എ നൈസ് ഡേ. Thank you, miss. Thank you. Thank you, ma'am. Thank you, ma'am.